വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ്. പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലവ് ആൻഡ് ലാഫ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫാമിലി വ്ളോഗാണ്. വ്ളോഗ് എന്ന് ഉദ്ദേശിച്ച് ഫാമിലി ഫുള്ള് നമ്മൾ ഫാമിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതല്ല. ഫാമിലിയിൽ നമ്മൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് മാത്രമേ ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ. അതെന്ന് വെച്ചാൽ ഫാമിലി ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അതേപോലെ തന്നെ ആനിവേഴ്സറി സെലിബ്രേഷൻസ്, മാരേജ്, അങ്ങനെയുള്ള ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടുകുടുംബമായിട്ടുള്ള ഫാമിലി ഗെറ്റ് ടുഗദർ അല്ല. നമ്മൾ അത്ര റിലേറ്റീവ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സുകൾ ഷെയർ ചെയ്തുകൊണ്ട്, പിന്നെ ഫാമിലിയായിട്ട് ട്രാവൽ പോകുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള ട്രാവലിംഗ് വീഡിയോസ് ഉണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് അൺബോക്സിങ് ആയിട്ടുള്ള വീഡിയോ. അതായത് സാധനങ്ങളൊക്കെ പല റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മളോരോ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായ ചെറിയ ഗാർഡനിങ് ഉണ്ട്. ഫ്ലവർ ഗാർഡനിങ് അല്ല, വെജിറ്റബിൾ ഗാർഡനിങ് ആണ്. വീട്ടിൽ നിത്യേന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു, വലിയ ഫാമായിട്ടൊന്നും കരുതല്ല, ചെറിയ ഗാർഡനിങ്, വെജിറ്റബിൾ ഗാർഡനിങ് ആണ്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള പിന്നെ നമ്മൾ വെജിറ്റബിൾസ് പറിക്കുന്നിടം വരെയുള്ള വീഡിയോസും കുറച്ചായിട്ട് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതല്ല, കുറച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് ഉത്സവമൊക്കെ വരുന്നുണ്ട്. ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചാനൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തായിരുന്നില്ല, ഞങ്ങൾ 2020 ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് അന്ന് യൂട്യൂബിൽ എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുന്ന സമയമായിരുന്നു. സോ എനിക്കത് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് വരെ എനിക്കറിയുള്ളൂ. അതിന് എങ്ങനെ ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ഇട്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് കുറേ ഫെസിലിറ്റീസ്, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ 3-4 മാസം കൊണ്ട് ഞാൻ ആലോചിച്ചാണ് ചെയ്യുന്നത്. ശരി, ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു വർഷം എടുത്ത് തുടങ്ങാമെന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അതിന് മുന്നേ ഞാൻ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയത്. പ്രധാനമായിട്ടും ഒരു ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടി, എന്നെ അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരിലേക്ക് എന്നെ വീഡിയോസ് എത്തുമ്പോൾ ഉള്ള ഒരു ഷൈ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ കാരണത്താലാണ് സത്യം പറഞ്ഞത് തുടങ്ങാതിരുന്നത്. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ മാരേജ് ഒക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയാണ്. അപ്പോൾ പിന്നെ ചെറിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം, എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് കരുതിയത്. അങ്ങനെ തുടങ്ങിയതാണ്. ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തൊക്കെ ഫോൾട്ട് ഉണ്ട്, എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അയയ്ക്കുക. പിന്നെ എന്താ പറയുക, എല്ലാം നിത്യേന നമ്മൾ വീട്ടിൽ സാധാരണക്കാരുടെ വീഡിയോസാണ്. സാധാരണ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നടക്കുന്നത്, അതൊക്കെ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ചെറിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണിത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. ചാനലിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലവ് ആൻഡ് ലാഫ് എന്നാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം. കമൻസിലൂടെ എൻ്റെ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ അറിയിക്കണം. ഇപ്പം ഞാൻ നല്ലത് ചെയ്താലും എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ നല്ല കാര്യങ്ങളും നിങ്ങൾ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും. അപ്പോൾ എനിക്ക് തിരുത്താൻ പറ്റുന്നത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് എന്തൊക്കെ വീഡിയോസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്ന് വെച്ചാൽ കണ്ടൻറ്റേ മാറ്റാമെന്നല്ല,
മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ കണ്ടൻറ്റിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ്, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്ന് നമുക്ക് വരുത്തി ചെയ്യുന്നതാണ്. ഫോൾട്ടുകൾ മാത്രം നിങ്ങൾക്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താണ്, ഇതൊക്കെയുള്ളൂ പറയാൻ. ഇപ്പം ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ല. അപ്പം എൻ്റെ പേരെന്ന് പറയുന്നത് സുലിത്ത എന്നാണ്. എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും നിങ്ങൾ മെയിനായിട്ട് കാണുക. ഫാമിലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിക്കരുത്, കൂട്ടുകുടുംബമാണെന്ന് പ്രതീക്ഷിക്കരുത്. ചെറിയ ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ വീട്ടിൽ അമ്മമ്മയുണ്ട്, മാമനുണ്ട്, പിന്നെ ഹസ്ബൻഡുണ്ട്, ഒരു കുട്ടിയുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരാണ്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ അമ്മ, ചേച്ചി, അനിയൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ചെറിയ ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ ഈ രണ്ടിടത്തൂടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ മെയിനായിട്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയായിരിക്കും നിങ്ങൾ കാണുന്നത്, എപ്പോഴും കാണുന്നത്. എപ്പോഴും വെച്ചാൽ എല്ലാ വീഡിയോസിലും മെയിനായിട്ട് ഒരാൾ ഫോക്കസിങ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും. ബാക്കി എല്ലാവരും ഇടയിൽ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവരെയും പയ്യനെ മീറ്റ് ചെയ്യാം, കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് വരുന്ന വീഡിയോസ് ഇടാണ്. അപ്പം ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചെറിയ കാര്യങ്ങളൊക്കെ ഡിഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്ഷമിച്ച് അത് തന്നെ തിരുത്തി കൊണ്ടുവരാൻ നിങ്ങളോട് ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.